അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളെ, ഒന്നാമത്തെ പാഠത്തിൽ കഥാപുരുഷന്മാർ മാറൂഫ് മജൂഹൂലാണെന്നല്ലേ. പെട്ടെന്ന് വിഷയത്തിൽ വരും. നമ്മുടെ പ്രവർത്തനം ഒരുപക്ഷെ ഭൂതകാലമായിരിക്കും, അഥവാ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചത്. അതിനെന്താ പറയുക? മാദി എന്ന് പറയാം. ഉദാഹരണം, നസറ ബഷീറുൻ ബാസിത്തൻ. ബഷീർ ബാസിത്തിനെ സഹായിച്ചു എന്ന് പറയുന്നത്. സഹായിക്കും എന്നല്ല, സഹായിച്ചു. അപ്പോൾ അതിനെന്താ പറയുക? മാദി എന്ന് പറയാം. അങ്ങനെ ഇവിടെ സഹായിച്ച ആളറിയും. അപ്പോൾ എന്ത് പറയും? മാദി മഅറൂഫ് എന്ന് പറയും. എന്നാൽ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചത് തന്നെയാണ്, പക്ഷേ കർത്താവ് അറിയൂല. അപ്പോൾ എന്താ പറയുക? മജ്ഹൂൽ അഥവാ മാദി മജ്ഹൂൽ. ഉദാഹരണം, നുസ്റ ബാസിത്തുൻ. ബാസിത്ത് സഹായിക്കപ്പെട്ടു. സഹായിച്ച ആൾ അറിയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ സഹായിക്കപ്പെട്ടു എന്ന് പറയും. നുസ്റ ബാസിത്തുൻ. ബാസിത്ത് സഹായിക്കപ്പെട്ടു. സഹായിച്ച ആൾ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ സഹായിച്ച ആൾ ബഷീറാണല്ലോ. ആ ആൾ അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്ത്? ആ സ്ഥാനത്തേക്ക് ഈ ബാസിത്ത് മഫ്ഊൽ കയറി വന്നു. അങ്ങനെ എന്ത് ചെയ്ത്? ഈ റഫിനെ സ്വീകരിച്ചു. അങ്ങനെ എന്ത് ചെയ്ത്? നസ്ബ് പോയി. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഫായിലിനെ തൊട്ട് പകരം വന്നത്, അഥവാ നായിബുൻ ഫായിൽ. അപ്പോൾ കർത്താവ് അറിയപ്പെടാതിരിക്കുമ്പോൾ ഈ കർത്താവിന് അറിയപ്പെടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ മഫ്ഊൽ ഈ സ്ഥാനത്ത് കയറി വരുന്ന നിർബന്ധമാണ്. അങ്ങനെ എന്ത് ചെയ്യും? ഈ റഫിനെ സ്വീകരിക്കും. അങ്ങനെ നായിബുൻ ഫായിൽ എന്ന പേര് സ്വീകരിക്കും. പിന്നെ മഫ്ഊൽ എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഒരു മഅറൂഫ ഫീലിനെ, ഒരു മാദി മഅറൂഫ ഫീലിനെ മജ്ഹൂലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫാഫീലിനിക്ക് റഫ് കൊടുക്കുക, ഫാഫീലിക്ക് ലമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പ് കെസറും കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ നാനെ നൂ ആക്കി, അവസാനത്തിന് മുമ്പിൽ സ്വി എന്നാക്കി, നുസ്റ. അതാണ് ചെയ്യേണ്ടത്. അപ്പം മാദി മഅറൂഫ് ഫാഫിൽ മജ്ഹൂലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫാഫിലേക്ക് ലമ്മ്, അവസാനത്തിന് മുമ്പിൽ കെസർ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മഅറൂഫ് ഫാഫിൽ ഫായിലിനെ റഫ് ചെയ്യുമ്പോൾ മജ്ഹൂൽ ഫാഫിൽ എന്ത് ചെയ്യും? നായിബുൻ ഫായിലിലേക്ക് റഫ് ചെയ്യും. എന്നാൽ ഭാവി കാലം കുറിക്കുന്ന മുളാരി ഫീലിനെ, അല്ലേ, ആ മുളാരി ഫീൽ ഉദാഹരണം, യൻസുറു ബഷീറുൻ ബാസിത്തൻ. ബഷീർ ബാസിത്തിനെ സഹായിക്കും. അപ്പോൾ ഇത് കർത്താവിനെ അറിയും. അതിപ്പോൾ ഇത് മഅറൂഫാണ്. അപ്പോൾ എന്താ പറയുക? മുളാരി മഅറൂഫ്. വരാനിരിക്കുന്ന കാലമാണ്, മുളാരി മഅറൂഫ് എന്ന് പറയും. എന്നാൽ അങ്ങനെ കർത്താവ് അറിയപ്പെടാതെ മുളാരിയ ഫീൽ വരികയാണെങ്കിലോ അതിന് മുളാരി മജ്ഹൂൽ. അങ്ങനെയല്ല, ഭാവി കാലം തന്നെയാണ്. യുൻസുർ ബാസിത്ത് സഹായിക്കപ്പെടുന്ന വരാനിരിക്കുന്ന കാലമാണ്. പക്ഷെ എന്തറിയുന്നില്ല? ഈ ബാസിത്തിനെ സഹായിക്കുന്ന ബഷീറിനെ അറിയുന്നില്ല. അപ്പം എന്ത് ചെയ്ത്? ആ ബഷീറിൻ്റെ സ്ഥാനത്തേക്ക് ആര് കയറി വരും? ബാസിത്ത് കയറി വരും. അങ്ങനെ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ എന്ത് ചെയ്യും? നായിബുൻ ഫായിൽ എന്ന പേര് സ്വീകരിക്കും. മുകളിൽ യൻസുർ ബഷീർ സഹായിക്കും എന്നായിരുന്നു. ആ ബഷീറിനെ കാണാതിരിക്കുമ്പോൾ രണ്ടാമത്തിൽ എന്ത് ചെയ്ത്? ഈ റഫിനെ സ്വീകരിച്ചു. അങ്ങനെ നായിബുൻ ഫായിൽ എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ ഇനി ഈ മുകളിൽ ഉദാഹരണം പോലെ ബാസിത്ത് എന്നുള്ള മഫ്ഊൽ എന്ന പേര് ഈ രണ്ടാമത്തിൽ പറയൂല. ഇതിൽ നായിബുൻ ഫായിൽ എന്നാണ്, ഫായിലിന് തൊട്ട് പകരം വന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഇറാബ് റഫാണ്. അപ്പോൾ മഅറൂഫ് ഫാഫിൽ എന്ത് ചെയ്യും? ഫായിലിന് റഫ് ചെയ്യും. മജ്ഹൂൽ ഫാഫിൽ നായിബുൻ ഫായിലിന് റഫ് ചെയ്യും. ഇതാണ് മനസ്സിലാക്കേണ്ടത്.